മട്ടന്നൂർ എടയന്നൂരിൽ അസുഖബാധിതനായ യുവാവിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചു നൽകി ചങ്ങാതിക്കൂട്ടം വനിതാ കൂട്ടായ്മ മാതൃകയായി. റോഡിന്റെ ഉദ്ഘാടനം കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. മിനി നിർവഹിച്ചു. അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തെരൂരിലെ കെ.സി. സലാമിന്റെ വീട്ടിലേക്കുള്ള ഗതാഗതയോഗ്യമല്ലാതിരുന്ന കയറ്റമുള്ള റോഡാണ് എടയന്നൂർ ചങ്ങാതിക്കൂട്ടം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 100 മീറ്ററോളം ചെങ്കല്ല് പാകി ഗതാഗതയോഗ്യമാക്കിയത്. രോഗം ഭേദമായി വരുന്ന സലാമിന് ചികിത്സയുടെ ഭാഗമായി എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യാൻ ആശുപത്രിയിലേക്ക് പോകണം. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ആശുപത്രിയിൽ പോകാനും വരാനും വളരെ പ്രയാസമായിരുന്നു. പ്രയാസം മനസ്സിലാക്കിയ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെങ്കല്ല് പാകി റോഡ് നവീകരിക്കുകയായിരുന്നു. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. മിനി നിർവഹിച്ചു. വാർഡ് കേന്ദ്രീകരിച്ച് ഏറ്റവും ഇന്നത്തെ വനിതകളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ചങ്ങാതിക്കൂട്ടം ആണ് നമ്മുടെ ജസീലയും ഫാത്തിമയും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തപരമായ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ചങ്ങാതിക്കൂട്ടം പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ചങ്ങാതിക്കൂട്ടം എന്ന കൂട്ടായ്മയിലെ കൂടി നടത്തി വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി ഏറ്റവും കാരുണ്യപരമായ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അത്യാവശ്യമായ ഒരു കാര്യത്തിനാണ് ഈ ഒരു 136ഓളം പേരടങ്ങിയ ഒരു ചങ്ങാതിക്കൂട്ടം ഇന്ന് ഈ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നേരത്തെ ഇവരുടെ സലാമിൻ്റെ ഭാര്യ തന്നെ എന്നെ വിളിച്ചിരുന്നു. വലിയ പ്രയാസമാണ് എനിക്കും ഉണ്ടായില്ല. ആ സമയത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ചെയ്യാൻ ഒരു 3 വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കൺസെൻറ്റ് വാങ്ങി കൺസെൻറ്റ് അംഗീകാരം കിട്ടുന്ന ചിലപ്പോൾ 1 വർഷത്തോളം എത്തും. 1 വർഷം കഴിഞ്ഞ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡോ നടപ്പാതെ ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും 2 വർഷം ഏകദേശമായി എന്ന് വരും. ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ വളരെ പ്രയാസത്തോടുകൂടി ഞാനന്ന് എനിക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായിരുന്നു അവർ വിളിച്ചപ്പോൾ തന്നെ. പക്ഷേ ഞങ്ങൾ ജെസ്സി ഇവിടെ എത്തിയപ്പോഴാണ് ജെസ്സി ഇങ്ങനെയൊരു ഇവരുടെ ചങ്ങാതിക്കൂട്ടം ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തു. ഈ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും കൂടി നേതൃത്വം കൊടുത്തു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരവരെ വീട്ടിലേക്ക് ചെറിയ വാഹനങ്ങൾ വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും. അതുപോലെ തന്നെ ഒരു രോഗിയായ വീട്ടിൽ നിന്ന് നമുക്ക് യാത്ര പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അവരുടെ കൂട്ടായ്മയിലേക്ക് കൂടി ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഏകദേശം 3 ലോഡ് കല്ലും ഒരു 4 ആളുകൾ 4 ദിവസത്തെ പണിയും ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഈ ഒരു റോഡിന് കല്ല് പാകിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ്. കാരണം ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. ഒരു കാറിൽ പോകണമെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തെല്ലാം ഉള്ളപ്പോഴാണ് ഇന്നലെ ജെസ്സി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മിനിയേച്ചി തീർച്ചയായും വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, തീർച്ചയായും ഞാൻ കഴിഞ്ഞ ദിവസമേ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയത്. വാർഡ് മെമ്പർ കൗലത്ത് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 136 മെമ്പർമാരുള്ള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഇതിനോടകം തന്നെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.